മുത്തശ്ശി, നമ്മുടെ ഈ അഭിഷേകേട്ടനുണ്ടല്ലോ വളരെ നല്ലൊരാളാണ്. വശിയിട്ട് നോക്കിയപ്പോലും ഇങ്ങനെ ഒരാള് കണ്ടുപിടിക്കാൻ പറ്റില്ല. അഭി അങ്ങനെയാണ്, നല്ല പയ്യനാ. അവനെ കാണുന്നത് പോലെ തന്നെ അവന്റെ മനസ്സും വളരെ നല്ലതാ. ഞാൻ അവനെ എല്ലായ്പ്പോഴും എന്റെ മോനെ പോലെ തന്നെയാ കണ്ടിരിക്കുന്നെ. സത്യം പറയുകയാണെങ്കിൽ പ്രീതയുടെ പേര് പൊങ്ങി വന്നപ്പോ അവക്ക് എന്തു പറ്റിയെന്ന് ഓർത്ത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാനും സൃഷ്ടിയും എന്താ ഇങ്ങനെയെന്ന്. എന്താ? ഞങ്ങൾക്കൊരു ചെറിയ കാര്യം കിട്ടിയാൽ മതി ഒരുപാട് സന്തോഷിക്കാൻ. അതുപോലെ തന്നെ ചെറിയൊരു വിഷമം വന്നാ മതി കരഞ്ഞ് ഞങ്ങൾ ഭ്രാന്താകും. കാരണം ഞങ്ങൾ അമ്മയുടെ മക്കളാ, അമ്മയും അങ്ങനെ തന്നെയാ. അതുകൊണ്ട് എല്ലാം അമ്മയുടെ കുഴപ്പം തന്നെയാ. എന്താ പ്രീത, നീ എന്താ ഈ പറയുന്നത്? നീയും പ്രിയയും ഒരുപോലെ വളരെ സെൻസിബിൾ ആണ്. ഏയ്, നീ എന്തിനാ ഇടയ്ക്ക് കയറുന്നേ? ഞാൻ എന്താ ഇവരെ പോലെ സെൻസിബിൾ അല്ലേ? ഞാൻ എങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞു വന്നെന്ന് വെച്ചാ പ്രിയയും പ്രീതയും നിങ്ങളെ പോലെ തന്നെ സെൻസിബിൾ ആണ്. ശരിക്കും അമ്മേ, ജാനകി എന്റെ അമ്മയുടെ കാല് വാരുവാണ്. എനിക്കറിയാം, അവളെപ്പോഴും ചെയ്യുന്നതല്ലേ. ഇതാ പിടിക്ക്, ഈ പ്ലേറ്റ് കൊണ്ടുപോയി കിച്ചണിൽ വെക്ക്. അമ്മേ, ഇങ്ങനെ പത്രം വായിച്ചിരുന്നാ മതിയോ? മരുന്ന് കഴിക്കണ്ടേ? എനിക്കറിയാം അമ്മ മറന്നു കാണുന്നു. ഞാൻ പോയി എടുത്തോണ്ട് വരാം. അല്ലേ മുത്തശ്ശി, ഈ സരള എന്തു ഭാഗ്യവതിയാ. എത്ര നല്ല പെൺമക്കളെ അവൾക്ക് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു മരുമകനെയും. അതുപോലെ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ ഞാനാ, ഈ കിരൺ നമ്പ്യാർ. പക്ഷെ ഞാൻ അറിഞ്ഞതേ ഇല്ല ഞാൻ നിങ്ങളുടെ മരുമകനാണെന്ന്. ആരും എന്നോട് പറഞ്ഞില്ലെന്നേ. പക്ഷെ എനിക്ക് ആദ്യം മുതലേ അറിയായിരുന്നു. ജാനകി ആന്റി, ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. പക്ഷെ ഞാൻ തമാശ പറഞ്ഞതല്ല, ഞാൻ കാര്യമായിട്ടാണ് പറഞ്ഞത്. സത്യസന്ധതയുള്ള പ്രണയത്തിൽ ഞാൻ തമാശ പറയാറില്ല. ജാനകി ആന്റി ശരിക്കും ക്യൂട്ടാ. അതുപോലെ തന്നെ ആന്റിക്ക് ഒരു പിരി എവിടെ ലൂസ് ആണെന്നേ. കിരൺ, ഞാൻ ഇവിടെ നീ വന്നതറിഞ്ഞ് ഇത്രയും ദൂരെ ഇരുന്ന് സന്തോഷിച്ചു. പക്ഷെ നീ എന്നെ മൈൻഡ് ചെയ്തേ ഇല്ല. ദിസ് ഈസ് നോട്ട് ഫെയർ. ഓ എന്റെ മുത്തശ്ശി, കം ഓൺ ഗിവ് മീ എ കിസ്, ഓക്കേ? ഇനി ഒരു കാര്യം പറയാം, എന്തിനാ മുത്തശ്ശി ഇങ്ങനെ അസൂയപ്പെടുന്നേ? മുത്തശ്ശി വളരെ ഹോട്ടായ ഒരു പെണ്ണല്ലേ, സുന്ദരിയായ പെണ്ണ്, അതും സെക്സി ഗേൾ. പക്ഷെ മുത്തശ്ശി എന്റെ സെക്കൻഡ് ഗേൾഫ്രണ്ട്. എന്റെ ആദ്യത്തെ ഗേൾഫ്രണ്ട് ആരെന്ന് വെച്ചാ എന്റെ അച്ഛമ്മയാ. കാരണം അവർ എന്റെ ലൈഫിൽ ആദ്യം വന്നത്. അത് ഓക്കെ അല്ലേ? ശരി, ഓക്കെ. പക്ഷെ എന്തു ചെയ്യും, ഈ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞത് ലക്ഷത്തിലൊന്നാണ്. നീ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് നടത്തേണ്ടി വരും. വളരെ കറക്റ്റാ മുത്തശ്ശി പറഞ്ഞത്. അമ്മ, ഈ ഗുളിക കഴിക്ക്. ഞാൻ 3 എടുത്തോണ്ട് വന്നത്. നമസ്കാരം ആന്റി. കിരൺ മോനെ, നമസ്കാരം. ഇരിക്കി. അമ്മേ, ദേ ഈ ഗുളിക കഴിക്ക്. ഞാൻ വെള്ളം എടുത്തോണ്ട് വരാ. മോനെ, ഞാൻ ഇത് 2 മിനിറ്റ് വരെ. രാധികേ, നമസ്കാരം. നമസ്കാരം ആന്റി. അകത്തേക്ക് വരൂ. വരൂ. അമ്മയുടെ ആരോഗ്യം എങ്ങനെയുണ്ട്? അമ്മ ഇരിക്കുന്ന മോളെ, ഇരിക്കൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കിരൺ മോനെ, ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യായിരുന്നു. അതിനിടയ്ക്ക് നീ ഇവിടെ എത്തിയോ? ഞങ്ങൾ നോക്കിയപ്പോ നിന്നെ കണ്ടില്ലല്ലോ. അതോ പ്രേമം കാരണം ഓടി വന്നതാണ്. അവൻ അവന്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ ഓടി വന്നു. അല്ലാതെന്താ? എന്ത്? കിരൺ, നമ്മുടെ രഹസ്യം എല്ലാരും അറിഞ്ഞു എന്ന് തോന്നുന്നു. അതുപോലെ എന്റെ ഇൻട്രഡക്ഷൻ ഞാൻ എല്ലാവർക്കും കൊടുത്താലോന്ന് ആലോചിക്കുക. എന്നെ കണ്ടോ? ഞാനാണ് കിരണിന്റെ ഗേൾഫ്രണ്ട് നമ്പർ 2. ഒന്നാമത്തെ നമ്പർ ആയിരുന്നോ അവന്റെ വീട്ടിൽ അവന്റെ മുത്തശ്ശി തന്നെ. എന്ത് ചെയ്യാൻ, അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. മുത്തശ്ശി, എന്താ കിരൺ, നിനക്ക് പ്രീതയെ കാണണോ? അവള് കിച്ചണിലുണ്ട്. ഞാൻ ചായ എടുത്തിട്ട് വരാം. ഏയ് പ്രീത, അറിഞ്ഞോ? നിന്റെ ബോയ് ഫ്രണ്ട് വന്നിട്ടുണ്ട്. പോരാത്തതിന് കൂടെ അവന്റെ ചേട്ടനും അവന്റെ അമ്മയും വന്നിട്ടുണ്ട്. എന്താ, കിരൺ വന്നിട്ടുണ്ടോ? നോക്കിക്കേ, മനസ്സിലായില്ലേ? ഞാൻ അവന്റെ പേര് പോലും പറഞ്ഞില്ല. എന്നിട്ട് പോലും നിനക്ക് ആളിനെ മനസ്സിലായി. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന്. ഏയ്, ആന്റി തെറ്റിദ്ധരിച്ചിരിക്കുവാണേ. അങ്ങനെയൊന്നുമില്ല. ആന്റി തന്നെയല്ലേ പറഞ്ഞത് അവൻ വന്നിട്ടുണ്ട്, അവന്റെ ചേട്ടൻ വന്നിട്ടുണ്ട്, പിന്നെ അവന്റെ അമ്മയും വന്നിട്ടുണ്ടെന്ന്. അപ്പൊ പിന്നെ കിരണും രോഹിതേണ്ണും അല്ലാതെ വേറെ ആരാ? അതുകൊണ്ടാ ഞാൻ ചുമ്മാ എഴുതാപ്പുറം വായിക്കരുതേ. എനിക്കറിയാം ആന്റിക്ക് ആദ്യം മുതല് തീരെ ഇഷ്ടമല്ലാന്ന്. എന്തുകൊണ്ടെന്നറിയില്ല. മറിച്ച് കിരൺ ആണെങ്കിൽ ആന്റിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളാ. അതുകൊണ്ട് തന്നെ ആന്റി എപ്പോഴും എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ആന്റി ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞപ്പോ ഞാൻ കിരൺ ആണെന്ന് വിചാരിച്ചേ. അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ കിരൺ എന്ന പേര് ആദ്യം വന്നത്.
അതാ ഞാൻ അവന്റെ പേര് ആദ്യം പറഞ്ഞു. ആന്റി വെറുതെ എഴുതപ്പുറം വായിക്കണ്ട. ഇത്രയും വലിയ എക്സ്പ്ലനേഷൻ തരേണ്ട കാര്യമൊന്നുമില്ല. നീ പറഞ്ഞു വെച്ച് ഞാൻ ഈ കള്ളത്തിന് വിശ്വസിക്കത്തൊന്നുമില്ല. എന്താ കള്ളമോ? ആ, കള്ളം സത്യമല്ലല്ലോ, അപ്പൊ അതിനർത്ഥം കള്ളം എന്നല്ലേ? ആ, അതെന്തെങ്കിലും ആവട്ടെ. നീ പെട്ടെന്ന് കുറച്ച് ചായ ഉണ്ടാക്ക്, അതിന്റെ കൂടെ കുറച്ച് സമൂസയും കൂടെ ഉണ്ടാക്ക്. എന്നിട്ട് നീ തന്നെ നിന്റെ ഭാവി ഭർത്താവിനെ കൊണ്ട് കൊടുക്കുകയും ചെയ്യും. അപ്പൊ സന്തോഷം കുറച്ചുകൂടി ഇരട്ടിയാവും. പിന്നെ കല്യാണം ഉറപ്പല്ലേ? ജാനകി ആന്റി, ആന്റി ആന്റി തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ പറയുന്ന ഇതെല്ലാം സൃഷ്ടികാരനാ. എല്ലാവരുടെ മനസ്സിൽ തെറ്റാണ് ചിന്തകൾ ഇട്ട് കൊടുത്തിട്ട് മന്ന ബുദ്ധി ആവണം. Come in. നീയോ? ആ ബില്ല് തരൂ, ഞാൻ വേഗം സൈൻ ചെയ്തു തരാം. അത് കഴിഞ്ഞ് നീ മിണ്ടാതെ ഇവിടുന്ന് പൊക്കോണം. ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് ഇവിടെ കറങ്ങി നടന്നേക്കരുത്. കവിത മാഡം, ഞാൻ ഇന്നലെ തൊട്ട് ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു, പക്ഷെ അവസരം കിട്ടിയില്ല. ഇപ്പൊ നിങ്ങൾ എന്റെ മുന്നിൽ തന്നെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ തൊലിക്കട്ടി കൂടിയവർക്കുള്ള ഒരു അഡ്വൈസ് തരാൻ ആഗ്രഹിക്കുന്നു. അതിന് പ്രത്യേകിച്ച് ചാർജും ബില്ലും ഒന്നും കാണത്തില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരെ പറ. ഇങ്ങനെ ചുറ്റി വളച്ച് നീ എന്നോട് സംസാരിക്കരുത്. നേരെ ചൊവ്വേ തന്നെ പറയുവാണെങ്കിൽ കവിത മാം, നിങ്ങളൊരു വളരെ മോശമായ വ്യക്തിയാണ്. How dare you? Yes, I dare. Because I care for my sister. എന്താ എന്റെ ചേച്ചി ചെയ്ത തെറ്റ്? നമ്പ്യാർ ഫാമിലിക്ക് നല്ലത് വരണമെന്നല്ലേ ആഗ്രഹിച്ചുള്ളൂ. പകരം നിങ്ങൾ എന്താ ചെയ്തത്? അവളെ അത്രയ്ക്ക് കുറ്റപ്പെടുത്തി ഇൻസൾട്ട് ചെയ്തു. അവളെ എത്ര താഴ്ത്തി നിങ്ങൾ സംസാരിച്ചത്? ആ മിഡിൽ ക്ലാസ് മാനിയെ നിങ്ങളുടെ തലയിൽ കറങ്ങി നടക്കുമല്ലേ? വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് എന്റെ ചേച്ചി തെറ്റാണെന്ന് നിങ്ങൾ വരുത്തി തീർത്തില്ലേ? പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്റെ ചേച്ചിക്ക് ആരുടെയും വിശ്വാസം പിടിച്ചു പറ്റേണ്ട ആവശ്യമില്ല. അവൾ എത്ര നല്ല വ്യക്തിയാണെന്നുള്ളത് അവളെ തെളിയിച്ചിട്ടുള്ളതാ. പിന്നെ നിങ്ങളൊക്കെ എന്ത് വിചാരിച്ചാലും ഞങ്ങൾക്ക് ഒന്നുമില്ല. ഇപ്പൊ എന്തൊരു സമാധാനം. എന്റെ മനസ്സ് ഐസ്ക്രീമിനേക്കാളും തണുത്തു ഇപ്പൊ. എനിവേസ്, ഇതാണ് നിങ്ങളുടെ ബില്ലുകള്. ഇതിലൊന്ന് സൈൻ ചെയ്തേക്കെ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിൽ പകുതി ചെലവും വരുത്തി വെച്ചത് ഞാനും എന്റെ കമ്പനിയും തന്നെയാ. പിന്നെ കുറെ സാധനങ്ങളൊക്കെ ക്രെഡിറ്റിലാ വാങ്ങിച്ചിട്ടുള്ളത്. ക്രെഡിറ്റില് വാങ്ങിച്ചതല്ലേ, അപ്പൊ പേയ്മെന്റ് ചെയ്തല്ലേ പറ്റൂ. അപ്പൊ നിങ്ങൾ ഈ ബില്ലിൽ സൈൻ ചെയ്യണം. അപ്പൊ എനിക്കും എന്റെ കമ്പനിക്കും പൈസ കിട്ടും. അങ്ങനെ ഞങ്ങൾ പോയി അതങ്ങ് പേ ചെയ്യും. സോ പ്ലീസ് സൈൻ ഒന്ന് ചെയ്യൂ. ഒരു മിനിറ്റ്, പെൻ തരാവേ. 1 second. ഇത് എന്തൊരു ബില്ലാ ഉണ്ടാക്കിയത്? മാർക്കറ്റിനേക്കാളും ഇരട്ടി പ്രൈസ് ആണല്ലോ ഇട്ടിരിക്കുന്നത്. എന്താ? ഞാൻ ഈ ബില്ലിലൊന്നും സൈൻ ചെയ്യില്ല. ആദ്യം മാർക്കറ്റില് യഥാർത്ഥ പ്രൈസ് നോക്കട്ടെ, അതിനുശേഷം ഇതിൽ സൈൻ ചെയ്യാം. ഇനി ഓവർ പ്രൈസ് ആണെന്നുണ്ടെങ്കിൽ 1 രൂപ പോലും ഞാൻ നിനക്ക് തരില്ല, ഓർത്തോ. ആൻഡ് ഐ ഹോപ്പ് കുറച്ചു ദിവസത്തേക്ക് നിനക്ക് വീട്ടുകാര്യങ്ങൾ ഓടിക്കാനുള്ള പൈസ നിന്റെ കയ്യിൽ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എന്താ കവിത മാം ഇങ്ങനെ? നിങ്ങൾ മാറാൻ പോലും ശ്രമിക്കില്ലേ? ഒന്നും കൂടെ പറഞ്ഞു തരാം. ഞാൻ പറഞ്ഞതല്ല, പകുതിയിൽ കൂടുതൽ ചെലവ് ഞങ്ങളാ വഹിച്ചിരിക്കുന്നത്. കൂടുതൽ സാധനങ്ങളും ക്രെഡിറ്റിലാ വാങ്ങിയത്. ക്രെഡിറ്റിൽ വാങ്ങിയത് കൊണ്ട് പേയ്മെന്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ സാധനങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വരും മാം. റിയലി? അപ്പൊ നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം നമ്മൾ കഴിച്ചു പോയ ആഹാരം തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്നല്ലേ, റൈറ്റ്? അല്ല മാം, ആഹാരത്തിന്റെ പേയ്മെന്റ് ഞാൻ ഓൾറെഡി ചെയ്തതാ. പക്ഷേ കാർത്തിക ഹൽദിയിലും മെഹന്തിയിലും ഒക്കെ ഇട്ട ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ ഡിസൈനേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്രെഡിറ്റിലാ വാങ്ങിയത്. അപ്പൊ നമ്മൾ ആ പേയ്മെന്റ് കൊടുത്തില്ലെങ്കിൽ എന്താ ചെയ്യാ? ആ 2 ഔട്ട്ഫിറ്റുകളും തിരിച്ചു കൊടുക്കേണ്ടി വരും. മാഡം ആലോചിക്ക് എന്താ ചെയ്യേണ്ടെന്ന്. ഞാൻ പേൻ ഇവിടെ തന്നെ വെച്ചേക്കാം. ഇവളപ്പ ശരിക്കും അങ്ങനെ ചെയ്തു കാണോ? അതോ എന്നെ വല്ലാതെ സ്ട്രെസ് ചെയ്യിക്കാൻ വേണ്ടി പറയാണോ? ഇല്ലില്ല, അവള് വെറുതെ എന്നെ വട്ടാക്കാൻ പറയുന്നതേ ആകൂ. എന്തായാലും അവള് പ്രീതയുടെ അനിയത്തി തന്നെയല്ലേ. എന്നോട് പകരം വീട്ടാൻ വേണ്ടി കാർത്തിക എന്തായാലും വിഷമിപ്പിക്കില്ല. അവളെ ഇനിയും ബുദ്ധിമുട്ടിക്കാൻ പോണത് ഞാനായിരിക്കും. ഇനി അവള് യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടാകുമോ? കുറച്ച് വെള്ളം കുടിക്കൂ മോനെ. വെള്ളം എടുത്ത് കുടിക്കൂ. ഇല്ല, എനിക്ക് വേണ്ട. വേണ്ട ആന്റി, വേണ്ട, താങ്ക് യു. സരളെ, ഇന്നിങ്ങോട്ട് ഇവിടെ വരാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട്. എന്നുവെച്ചാ
ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പറയാണ്, ഞങ്ങളുടെ ഈ നമ്പ്യാർ ഫാമിലി 1000 വട്ടം നിങ്ങളോട് ക്ഷമ ചോദിച്ചാലും തീരില്ല, ഒരിക്കലും തീരില്ല. പ്രീത എനിക്ക് വേണ്ടിയും എന്റെ കുടുംബത്തിന് വേണ്ടിയും ചെയ്തതിന് മുന്നിലേക്ക് ഒരു ഉദാഹരണം എടുത്തു വച്ചിരിക്കുകയാണ്. 7 വർഷത്തേക്ക് അവള് ജയിലിലാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്റെ മകന് വേണ്ടി രണ്ടാമതൊന്നും ആലോചിക്കാതെ അവള് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയും അറസ്റ്റിന് നിന്നു കൊടുക്കുകയും ചെയ്തില്ലേ? അവളുടെ ജീവിതം തന്നെ അവൾക്ക് ഇതുകൊണ്ട് നഷ്ടമായി പോയേനെ. പക്ഷെ എന്നിട്ടും ആ പെൺകുട്ടി ഇത്രയും ഒരു സാക്രിഫൈസ് എന്റെ കിരണിന് വേണ്ടി ചെയ്തു. എന്റെ മോന്റെ ഫ്യൂച്ചറും അവന്റെ കരിയറും നശിച്ചു പോകാതിരിക്കാനായി അവൾക്ക് ചെയ്യാവുന്നതല്ല അവൾ ചെയ്തു. സരളെ, ക്ഷമിക്കു ചേച്ചി. നിങ്ങൾ ശരിക്കും മഹതിയായ ഒരു അമ്മ തന്നെയാണ്. ഇത്രയും ധൈര്യശാലിയായ ഒരു മകൾക്ക് ജന്മം കൊടുത്ത അമ്മ. സത്യം പറയുകയാണെങ്കിൽ കുറച്ചു സമയത്തേക്ക് ഞാനും പ്രീതയെ തെറ്റിദ്ധരിച്ചിരുന്നു. അവള് തെറ്റുകാരിയാണെന്ന് വിചാരിച്ചു. ആളുകൾ പറയുമല്ലോ, കാശുള്ളവർ വളരെ സെൽഫിഷും അഹങ്കാരികളുമാണെന്ന്. അത് സത്യം തന്നെയാണ്. കാശുള്ളവരെ അഹങ്കാരികളും സെൽഫിഷും ആണ്. അത് കാരണം ഞങ്ങൾ പ്രീതയെ ഏതാണ്ട് പ്രീതയുടെ മേൽ കുറ്റം ചാർത്തുകയും അവളെ അപമാനിക്കുകയും ചെയ്തു. പക്ഷെ ആ സമയത്ത് അവളാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു കാവൽ മാലാകെ പോലെ അവൾ മാറി. അവൾ ഞങ്ങളുടെ കിരണിനെയും ഞങ്ങളുടെ കുടുംബത്തെയും രക്ഷിച്ചു. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത്. ആളുകൾ പറയുന്നു പണമുള്ളവർ അഹങ്കാരികളാണെന്ന്, സെൽഫിഷ് ആണെന്ന്. പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നല്ല. നിങ്ങളും അങ്ങനെയല്ല, നിങ്ങളുടെ 2 മക്കളും അങ്ങനെയല്ല. നിങ്ങൾ എന്റെ 2 മക്കളോട് നല്ല സ്നേഹവും കാണിക്കുന്നുണ്ട്, നല്ല ബഹുമാനം കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ മക്കൾ എനിക്ക് നല്ല ബഹുമാനം തരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ സെൽഫിഷ് ആവുന്നത് നിങ്ങൾക്കും തോന്നില്ലേ? ഞാൻ പ്രീതിയെ സപ്പോർട്ട് ചെയ്ത് ഒരു തെറ്റാണ് ചെയ്തതെന്ന്. അവൾ കുറച്ച് ഫൂളിഷ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ അവൾ ഇത്രയും അങ്ങ് പോകുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. അപ്പോ ഞാൻ തന്നെയല്ലേ സെൽഫിഷ്? രാധികേ, നമ്മുടെ ഈ സരളയുണ്ടല്ലോ മറ്റമ്മമാരിൽ നിന്നും വളരെ വ്യത്യസ്തയാണ്. അവളുടെ മക്കളെ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും കുട്ടികളെ ശിക്ഷിക്കുന്നതിന് തടസ്സമല്ല. ദേഷ്യം വന്നാ പിന്നെ ഒരു ഹിറ്റ്ലറിനെ പോലെയാ. ആന്റി, ഐ ഹോപ്പ് ആന്റി പ്രീതിയോടൊന്ന് സോറി പറയുന്നത് നന്നായിരിക്കും. ആന്റി കാരണമില്ലാതെ അവളെ വഴക്ക് പറഞ്ഞത്. മോനെ, അമ്മയും മക്കളും തമ്മിൽ സോറി പറയരുത്. അങ്ങനെയുള്ള വാക്കുകളൊന്നും ഇല്ല. മക്കളെ വഴക്ക് പറയുന്നത് അവര് നന്നാവാൻ വേണ്ടിയാ, അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമേ പറയൂ. അതുകൊണ്ട് ഞാൻ പ്രീതിയെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവളോട് സോറി പറഞ്ഞു കഴിഞ്ഞു. വഴക്ക് കേൾക്കണം അവള്. നീ എന്റെ മോനെ പോലെ തന്നെയാ. മോൻ ജയിലിൽ കയറിയത് അവളുടെ ഒറ്റ പൊട്ടത്തരം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് അവക്ക് വഴക്ക് കിട്ടണം. പക്ഷെ എനിക്ക് പ്രോമിസ് തരൂ ആന്റി, ഞാനിനി എത്ര വലിയ ആപത്തിപ്പെട്ടാലും ആന്റി അവളെ വഴക്ക് പറയില്ലാന്ന്. നീ എന്ത് ഇനി പ്രശ്നത്തിൽ പോവാണോ? ഞാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നാ. ഐ ആം സോറി ആന്റി. എന്റെ കുട്ടികളുടെ മണ്ടത്തരം കാരണം മിക്കവാറും ഞാൻ മരിക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. കിരൺ മോനെ, ശ്രദ്ധിച്ചു നിന്നോ. നിനക്കിപ്പോ 2 അമ്മമാരാണുള്ളത്. 2 ചെവി പൊന്നാക്കി തരും. ദൈവമേ, ഇവർക്കെന്താ കണ്ണില്ലേ? ഒരാൾ അമ്മയും മറ്റൊരാൾ അമ്മായിയമ്മയുമാണ്. ഇതും നിങ്ങളുടെ വീട് തന്നെയാണ്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം. പക്ഷെ ഇത്രയും ചെറിയ കാര്യത്തിനായിട്ട് ഇവിടെ വരേണ്ടിയിരുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ ചെയ്ത് പറഞ്ഞാലും മതിയായിരുന്നു. എന്താ ഈ പറയുന്നത് സരളെ? നിങ്ങളുടെ മോൾക്ക് എന്റെ മോന് വേണ്ടി ജയിലിൽ വരെ കയറാൻ തയ്യാറായപ്പോ എനിക്കിവിടെ വരാനാണോ പാട്? പിന്നെ ഇവര് 2 പേരുണ്ടല്ലോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. സത്യം പറഞ്ഞ നിങ്ങൾക്ക് 2 നല്ല ആൺമക്കളാണുള്ളത്. ദൈവം ഇവരെ എന്നും സന്തോഷത്തോടെ നടത്തട്ടെ. ഒരിക്കലും ഇവർക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കട്ടെ. എനിക്ക് പ്രീതി ഒന്ന് കാണുമോ ആന്റി? ഐ മീൻ, മെസ്സേജ് അയച്ച് താങ്ക് യു പറയുന്നത് ശരിയല്ലല്ലോ. അവളെ ഒന്ന് ഒറ്റയ്ക്ക് കണ്ട് നന്ദി പറയണമെന്ന് ഞാൻ വിചാരിക്കാം. അവൾ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തതല്ലേ. ആഹാ മോനെ, അവള് കിച്ചണിൽ തന്നെയുണ്ട്. പോയി കണ്ടിട്ടോ. ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം. മോനെ രോഹിത്തെ, നിനക്ക് എന്താ പറ്റിയേ? വന്നപ്പോ മുതൽ നീ ഒന്നും മിണ്ടാതിരിക്കുന്നു. ഒന്നുമില്ല, ഞാനിവിടെ അമ്മയെ സരളാന്റി പറയുന്ന കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഈ സമോസ ഉണ്ടാക്കാനായിട്ട് ഈ മൈദ എടുത്ത് എവിടെയാ വെച്ചിരിക്കുന്നേ? ഓ, എനിക്ക് ഉറപ്പായി ഇത് സൃഷ്ടി തന്നെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവളെ പൊക്കത്തിനനുസരിച്ച് എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് വെച്ചോളും. എനിക്കാണെങ്കിൽ അത്ര എത്താനും കഴിയുന്നില്ല. ഇനി ഈ ഡെപ്പ എങ്ങനെ എടുത്തിട്ട് എപ്പോ സമോസ ഉണ്ടാക്കാനാ? നീയോ? യെസ് ബേബി ഡോൾ, ഞാൻ തന്നെയാ. നിന്റെ കിരൺ നമ്പ്യാർ, ഓൾവേസ് അറ്റ് യുവർ സർവീസ്. അങ്ങോട്ട് മാറി നിൽക്ക, ഞാൻ എടുത്തുതരാം മോളെ. ഓക്കെ?
നിനക്കത്ര എത്തുവോ? ഓഫ് കോഴ്സ്. നീ ട്രൈ ചെയ്ത് നോക്ക്. നോക്കട്ടെ നിനക്കത്ര എത്തുവോ ഇല്ലയോന്ന്. നോക്കൂ, നിനക്ക് എന്തെങ്കിലും സ്റ്റൂളോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാം. എക്സ്ക്യൂസ് മീ, ഐ ആം ദി കിരൺ നമ്പ്യാർ. ഓക്കെ, ദ ഗ്രേറ്റ് കിരൺ നമ്പ്യാർ. എനിക്ക് സ്റ്റൂളിന്റെ എണ്ണയുടെ ഒന്നും ആവശ്യമില്ല മോളെ. ഇതൊക്കെ വെറും കുട്ടിക്കളിയല്ലേ. നീ കണ്ടോ പെണ്ണെ, ഞാൻ എന്റെ ഈ ഇടത്തെ കൈകൊണ്ട് എടുക്കുന്നത് എങ്ങനെയാന്ന് കണ്ടു പഠിക്ക. ദാ എത്തി, എഡ്ജിലെത്തി. നീ കണ്ടു പഠിക്ക എങ്ങനെയാന്ന്. അമ്മേ, എന്താ നീ കാണിച്ചത്? എന്താ നീ കാണിച്ചു വെച്ചേക്കുന്നേ? മാവ് ഫുള്ളും തറയി കളഞ്ഞു. ഇനി എങ്ങനെയാ സമോസ ഉണ്ടാക്കുന്നേ? എടി നീ ഒന്ന് മിണ്ടാതിരിക്കെ. നീ ചിരിക്കല്ലേ വെറുതെ. ഓക്കെ, ഈ കൊലത്തിൽ ആരും നിന്റെ മുഖം കണ്ടാലും ചിരിച്ചു പോകും. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ നിന്നെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞ് നിന്റെ മുഖം ഇതുപോലെ ആയിരിക്കോടെ. ഇങ്ങനെ എന്നെ നോക്കി ചിരിക്കുമ്പോ എനിക്ക് ദേഷ്യം ഉണ്ടാവില്ലേ? റൈറ്റ്? അതുകൊണ്ട് മര്യാദക്ക് നിന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ച് സമോസ പോലെ ആക്കും. അങ്ങനെ വേണ്ടെങ്കിൽ മിണ്ടാണ്ടിരിക്കും. ഓക്കെ 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 ഫൈൻ. എന്റെ ഹെയർ സ്റ്റൈലും പോയി, ഡ്രസ്സും കൊളോയി, ആകെ മൊത്തത്തിൽ ബോറായിരിക്കാം ഞാൻ ഈ ഒരു കാര്യത്തില് നിന്നോട് യോജിക്കുക. അതായത് നിന്റെ ഹെയർ സ്റ്റൈൽ കുളമായ കാര്യത്തില് നിന്റെ ഹെയർ നന്നായി ചീകി ഒതുക്കുമ്പോ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നേ നിന്നെ ഇപ്പൊ കാണാൻ എൽവിസ് പ്രിസ്ലി പോലെയാണെന്ന്. ആ, ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയല്ലേ? ഞാനിത് പലവട്ടം ആലോചിച്ചിട്ടുണ്ട്. എന്നെ പറ്റി ചിന്തിക്കാറുണ്ടല്ലേ? നിന്നെ പറ്റിയല്ല, നിന്റെ മുടിയെ പറ്റി. അതുപോലെ തന്നെ ജനുവരി 26 അടുത്തെത്താറുണ്ട്. അതുകൊണ്ട് ചിലരൊക്കെ വീടിന്റെ റൂഫ് ടോപ്പുകളില്, വീടിന്റെ പുറത്ത്, മറ്റു ചിലരൊക്കെ സൊസൈറ്റി ഗാർഡനിലൊക്കെ കൊണ്ടുവന്ന് കൊടി വെക്കാറുണ്ട്. പക്ഷെ നിനക്കത് വളരെ എളുപ്പമായിരിക്കും. നീ ഒരു കൊടി എടുത്തിട്ട് അത് നിന്റെ തല കുത്തി വെച്ചാൽ മതി. അയ്യോ, വാവ് പ്രീത അറക്കൽ, വാവ്. നിന്നെ കണ്ട സത്യം പറഞ്ഞ ഇപ്പൊ സ്നോ വൈറ്റിനെ പോലെ ഇരിക്കുക. ഞാനൊരു കാര്യം ചെയ്യാം, നിന്റെ ഒരു ഫോട്ടോയും കൂടെ എടുക്കാം, മിസ് ഇന്ത്യ എന്ന് എഴുതിയും വെക്കാം. എന്നിട്ട് ഞാൻ ആ ഫോട്ടോ ജനുവരി 26-ാം തീയതി എന്റെ ഷട്ടിൽ കുത്തിവെച്ച് നടക്കാം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാമോ? പിന്നെ നിന്റെ സമോസ ഉണ്ടാക്കി തരാം. അത് നിന്നെ പോലെ തന്നെ ആയിരിക്കും. ഭയങ്കര സ്വാദായിരിക്കും അതിന്, നിന്നെ പോലെ തന്നെ. നീ എന്നെ ഇത്ര നേരം കളിയാക്കോ അടിച്ചേരെ. നിന്റെ ഗസ്റ്റിന്റെ അടുത്ത് നിനക്ക് ഒരു ബഹുമാനവും ഇല്ല, വൃത്തിയായിട്ടവള്. എനിക്ക് മാനേഴ്സും ഉണ്ട്, മര്യാദയുണ്ട്. പക്ഷെ നിന്റെ കാര്യം നീ വട്ടപൂജയാണ്. നിനക്ക് വേണ്ടിയുടെ ഒന്നുമില്ല. മിസ് പാവക്കേ, എന്ത് ക്യൂട്ടായിട്ട് നിന്നെ കാണാൻ. കറക്റ്റ് ഒരു കുരങ്ങനെ പോലെ തന്നെയാ. ഒരു കാര്യം ചെയ്യാം, നിന്റെ ഒരു ഫോട്ടോ എടുക്കാം, എന്നിട്ട് നമുക്ക് ആനിമൽ വേൾഡിലേക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെയാണോ? ഈസി ബേബി ഡോൾ, ഈസി. ഒരു കാര്യം ചെയ്യാം, ആദ്യം വെള്ളം കുടിക്കേ. വെള്ളം ഇല്ലേ ഇതിനകത്ത്? ഇത് കുടിക്കേ. എണ്ണ എണ്ണ കുടിക്കേ, അങ്ങോട്ട് കുടിക്കേ. കുടിക്കാൻ അങ്ങോട്ട്. അത്രയും കളഞ്ഞു. മസിൽ പിടിക്കാതെ. ഇവിടെ ഇതെന്താ ഇവിടെ നടക്കുന്നേ? ഇതെല്ലാം ഇവളുടെ തെറ്റേട്ടാ. ഞാൻ ഇവളോട് താങ്ക്സ് പറയാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഏട്ടൻ അറിയാലോ, നമ്മൾ ഒരുമിച്ച് വന്നല്ലേ ഇവളോട് താങ്ക്സ് പറയാനായിട്ട്. ഇവളാണെങ്കിൽ ഞാൻ വന്ന സമയത്തുണ്ടല്ലോ എന്തോ ഉണ്ടാക്കാനായിട്ട് മാവ് തപ്പായിരുന്നു. അതാണെങ്കിൽ കുറച്ച് മുകളിലായിരുന്നത്. ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യുന്ന വെച്ചിട്ട് ആ മാവ് എടുക്കുന്ന സമയത്ത് അതെല്ലാം കൂടി തുറന്ന് എന്റെ തലയിൽ കൂടി വീണു ഏട്ടാ. അത് കണ്ട് ഇവിടെ ചിരിക്കായിരുന്നു വൃത്തിയായിട്ടവള്. പ്രീത ഇവനിങ്ങനെ ഓരോ പൊട്ടത്തരങ്ങൾ എപ്പോഴും കാണിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇപ്പൊ താനും, ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല താനും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. രോഹിതേട്ടൻ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം ഇവന്റെ തെറ്റാണ്. ഞാനൊരു 1000 തവണ പറഞ്ഞത് വേണ്ട നിനക്ക് ജാറെത്തില്ലെന്ന്. അവനത് കേട്ടതേയില്ല. ഇതെല്ലാം അവന്റെ തെറ്റാണ്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഇവന്റെ കാര്യം. നീ കൊണ്ടുവന്നേ. ഏട്ടാ
ഏട്ടാ എന്തെങ്കിലും പറ്റിയോ രോഹിതേട്ടാ, നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഏട്ടന്റെ I'm sorry. കാല് സ്ലിപ്പായല്ലേ എല്ലാം ഈ കാരണം സംഭവിച്ച എല്ലാം നിന്റെ തെറ്റാ. എന്തു പറ്റി? അത് പ്രീത, നിന്നോട് ഞാൻ നിങ്ങളുടെ മുഖം നോക്ക്. ഇത് മുഖം കൊണ്ടാണോ റൊട്ടി ഉണ്ടാക്കാൻ പോലെ? ഇത് കണ്ടിച്ചിരിക്കുന്നത് എന്ത്? അമ്മയുടെ അലമാരയില് കഴിഞ്ഞ സഭി വന്നപ്പോ കുറെ ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതെടുത്തിട്ട് വഴിയുള്ളൂ. നിങ്ങൾക്കത് ചേരുമെന്നറിയില്ല. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നേ? ഇല്ലില്ല, ഞാൻ സൽവാർ സൂട്ടൊന്നും ഇടാറില്ല ആന്റി. അതെന്താ നിനക്കത് നന്നായി ചെയ്യും. ഞാൻ നിനക്ക് സൽവാർ സ്യൂട്ടൊന്നും തരില്ല. പ്രീത, നീയും പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. ഞാനേ ജാനകിയെ വിളിക്കാം ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട്. ഞാനാകെ പേടിച്ചു പോയി. ഓ ഗോഡ്, കാർത്തിക് ഒരു നല്ല പെൺകുട്ടിയല്ലേ? എങ്ങനെ ചോദിക്കും ഞാൻ അവളോട് ഡ്രസ് എല്ലാം? അവക്ക് വിഷമാവില്ലേ? എനിക്ക് ചോദിക്കാനും വിഷമമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, അവളുടെ അമ്മയുടെ സ്വഭാവം ഇങ്ങനെ ആയി പോയില്ലേ? അവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇത് ചെയ്തേ പറ്റൂ. സൃഷ്ടി, oh my God, what a surprise. നിനക്ക് സുഖമല്ലേ? നിനക്ക് എങ്ങനെയുണ്ട്? എനിക്ക് സുഖം. കാർത്തിക, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. പക്ഷെ നിനക്ക് മോശമായിട്ടൊന്നും തോന്നരുത്. എന്താ പറയുന്നേ? എന്താന്ന് വെച്ചാ, എനിക്ക് നീ ആ മെഹന്തിയിലും ഹൽദിയിലും ഇട്ട് ഔട്ട്ഫിറ്റ്സ് ഒന്ന് വേണമായിരുന്നു. അത് ലോഡിയുടെ ഫംഗ്ഷൻ വരുമല്ലേ, അപ്പൊ അതിന് എനിക്ക് നിന്റെ ഡ്രസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. പാറ്റേൺസും ഡിസൈൻസും ഒന്നും റിപ്പീറ്റ് ആവാതിരിക്കാനാ. പിന്നെ നമ്മൾ ഈ ഡ്രസ്സൊക്കെ വാങ്ങുന്ന സ്ഥലത്തിന്റെ ചീഫ് മാറിയിട്ടുണ്ട്. അപ്പോ ഈ പുതിയ ഹെഡിന് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പൊ അവരെ കൂടി ഒന്ന് കാണിക്കണമായിരുന്നു. ഓക്കെ,